കൈ തോന്നില്ലേ നമുക്കൊന്ന് കഴുകിയെടുക്കാം. നമുക്കൊരു 2 ഷെയ്ഡ് കൂടിയുണ്ട്. അപ്പോൾ സ്കിൻ നമ്മൾ ദിവസം ചെയ്യുമ്പം സ്കിൻ നല്ല ക്ലിയർ ആയി കിട്ടും കേട്ടോ. അപ്പോൾ ഇത്രയും റിസൾട്ട് നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടുകയാണെന്ന് വെച്ചാൽ തീർച്ചയായും നമ്മൾ ബാർ പിന്നെയും വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ അടിപൊളി റിസൾട്ടായിരിക്കും. ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന പാക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിൻ പെട്ടെന്ന് ഗ്ലോ തരാനും സ്കിൻ എന്നും നല്ലൊരു തുടുപ്പ് കളറോട് കൂടി ഇരിക്കാനും എല്ലാവരും ആഗ്രഹിക്കുന്ന പോലെ ഒരു കളർ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കണം നല്ലൊരു പാക്കുമായിട്ടാണ് കേട്ടോ. ഇത് നമ്മളിപ്പോൾ ഡെയിലി പല്ല് ബ്രഷ് ചെയ്യലൊക്കെ കഴിഞ്ഞ് പറഞ്ഞാൽ അപ്പം തന്നെ നമുക്കിത് ഉണ്ടാക്കി മുഖത്ത് നല്ലൊരു മസാജ് കൊടുത്ത് ഒരു 10 മിനിറ്റൊക്കെ കഴിഞ്ഞോ ഒരു 20 മിനിറ്റ് വരെയൊക്കെ വയ്ക്കാം കേട്ടോ. മുഖത്തിടുക, അതിന് ശേഷം കഴുകി കളയുക. നല്ല ഡെയിലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റണതാണ്. നിങ്ങൾക്ക് ചിലവർക്ക് ഇതിൽ നാരങ്ങയുണ്ട്, നാരങ്ങ ഉള്ളതുകൊണ്ട് തന്നെ സ്കിൻ അലർജി ഉള്ളവർക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റില്ല. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. സ്കിൻ നല്ല ക്ലിയർ ആവും, സ്കിന്നിലെ അഴുക്കുകളൊക്കെ ഡെയിലി പോവും. ഇനിയിപ്പോൾ ഞാൻ ഇതിൽ ഒരു മുറി നാരങ്ങ ഒഴിച്ചിരിക്കുന്നത്. ഇനി ഒരു മുറി നാരങ്ങ ഒഴിക്കാൻ പറ്റാത്തവർക്ക് ഒരു 2-3 ഡ്രോപ്സ് മാത്രം ഒഴിച്ചാൽ മതി. നമുക്ക് നാരങ്ങ അലർജി ഉണ്ടാക്കുന്നത് സ്കിന്നിൽ നാരങ്ങ തന്നെ ഉപയോഗിക്കുമ്പോഴാണ് കേട്ടോ. നമ്മൾ എന്തെങ്കിലും ഇൻഗ്രീഡിയൻസിൻ്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമുക്ക് സ്കിന്നിൽ അലർജി ഉണ്ടാവില്ല. നിങ്ങളുടെ സ്കിന്നിലൊന്ന് ചെയ്ത് നോക്ക്. സ്കിൻ അലർജി ഉണ്ടെച്ച് നിങ്ങൾ ഉപയോഗിക്കേണ്ട, മറ്റുള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് ചെയ്താൽ മതി. മറ്റുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണെന്ന് വെച്ചാൽ നല്ല റിസൾട്ടാണ്. അടിപൊളി പാക്ക് എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി പാക്കാണ്. അപ്പോൾ നമുക്ക് ഫേസ് വാഷോ കാര്യങ്ങളോ ഒന്നും വേണ്ട. ബ്രഷ് ചെയ്യുക, ഇത് നമ്മൾ ചെയ്യുക, പിന്നെ അന്ന് വേറൊരു പാക്കിൻ്റെ ആവശ്യം പോലും ഇല്ല. അത്രയ്ക്ക് നല്ല അടിപൊളിയാട്ടോ. അപ്പോൾ നമുക്ക് എന്താ നോക്കിയാലോ, ഞാൻ കൊണ്ടുവന്നുണ്ട് ഓൾറെഡി. നല്ല ക്രീം പോലത്തെ പാക്കാണ് കേട്ടോ. ശരിക്കും നല്ല ക്രീമിയായി ഇരിക്കും. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ട് ചാനൽ ആദ്യമായിട്ട് ഇറങ്ങി കണ്ടിച്ച് എൻ്റെ പേര് ദീപ. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. മുഖം തിളങ്ങാൻ, നല്ലപോലെ വെളുക്കാൻ നമുക്ക് വേറെ ഒരു ഫേസ് പാക്കിൻ്റെ ആവശ്യമില്ല. ഡെയിലി നമ്മളിത് ഉപയോഗിക്കണമെന്നുണ്ട് വെച്ചാൽ സ്കിൻ നല്ലപോലെ വെളുക്കും കേട്ടോ. നമുക്കതിന് ആവശ്യം പാലാണ് ഞാൻ എടുത്തിരിക്കുന്നത്. കാച്ചാത്ത പാല് എടുത്തിരിക്കുകയാണ്. അതിലേക്ക് നമുക്ക് 1 സ്പൂൺ ഷുഗർ ഇട്ട് കൊടുക്കുക, പഞ്ചസാര ഇട്ട് കൊടുക്കുക. അതിന് ശേഷം നമുക്ക് ആവശ്യം ചെറുനാരങ്ങയാണ്. ചെറുനാരങ്ങയുടെ ജ്യൂസ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഒരു മുറിയുടെ ഒരു മുറി ഞാൻ ഇതിലേക്ക് ഇട്ട് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യം അരിപ്പൊടിയാണ്. അരിപ്പൊടി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇട്ട് കൊടുക്കുക. നല്ലപോലെ മിക്സ് ചെയ്യുക. ഇത് ദിവസവും രാവിലെ നിങ്ങൾ ബ്രഷ് ചെയ്ത് കഴിഞ്ഞ് നിങ്ങളുടെ മുഖത്ത് നല്ലപോലെ അപ്ലൈ ചെയ്ത് ഫേസിൽ നല്ലൊരു മസാജ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം മുഖത്ത് അങ്ങനെ ഇടുക ഒരു 20 മിനിറ്റ്. അതിന് ശേഷം നിങ്ങൾ മുഖം കഴുകി നോക്കുക. വേറൊരു ഫേസ് വാഷിൻ്റെ ആവശ്യമില്ല, വേറൊരു പാക്കിൻ്റെ ആവശ്യമില്ല. ഡെയിലി നിങ്ങളിത് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ സ്കിൻ തിളങ്ങും കേട്ടോ. ഇനി നിങ്ങൾക്ക് ഡെയിലി ഉപയോഗിക്കാൻ പറ്റാത്തവരാണെന്ന് വെച്ചാൽ നിങ്ങൾ ഒരാഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങളിത് ഉപയോഗിക്കുക. നല്ല സൂപ്പറാണ് കേട്ടോ. അപ്പോൾ ഇനി എന്ത് തേച്ചാലും സ്കിന്നിൽ പ്രോബ്ലം വരുന്ന ആൾക്കാരുണ്ട്, സ്കിന്നുകാരുണ്ട്, അവരൊരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രം ഉപയോഗിക്കുക. ഇതെങ്ങനെ അപ്ലൈ ഉണ്ടെന്ന് കാണിച്ചു തരാം. കണ്ടുല്ലോ ഇൻഗ്രീഡിയൻസ്. നമുക്ക് നമ്മുടെ പാലാണ് വേണ്ടത്. എല്ലാ വീട്ടിലും ഉള്ളതാണ് പാല്. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിലുള്ള തന്നെയാണ് ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും. അരിപ്പൊടി ആയാലും ശരി, പഞ്ചസാര ആയാലും ശരി, എല്ലാം. അപ്പോൾ ഞാനൊരു മസാജ് കൊടുക്കട്ടെ സ്കിന്നിലേക്ക്. നമ്മളിത് ഡെയിലി ഉപയോഗിക്കണമെന്ന് വെച്ചാൽ 1 മിനിറ്റിൻ്റെയൊക്കെ ഒരു മസാജിൻ്റെ ധാരാളം കേട്ടോ. നല്ല ക്രീം പോലെ ഇരിക്കണത്. അതുപോലെ നമ്മൾ ക്രീം തേച്ചതിനേക്കാളും ഇരട്ടി റിസൾട്ട് നമുക്ക് കിട്ടും. നമ്മുടെ മൂക്കിൽ അവിടെ ഈ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ് ഇതൊക്കെ ഉണ്ടാവും, പാടുകളൊക്കെ അങ്ങനെയുള്ളതൊക്കെ ഉണ്ടല്ലോ, അവിടെയൊക്കെ നല്ലപോലെ ഒരു മസാജ് കൊടുക്കണം കേട്ടോ. ഇപ്പം തന്നെ സ്കിന്നിന് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നല്ലൊരു ഒരു വെളിച്ചം വന്ന പോലെ, നല്ലൊരു ക്ലിയർ ആയ പോലെ ഇല്ലേ മുഖം. വായ ചുറ്റുള്ള കറുപ്പൊക്കെ മാറാൻ അവിടെയൊക്കെ നല്ലപോലെ ഒന്ന്
ഒരിച്ച് കൊടുത്തോളൂ. മസാജ് ഇങ്ങനെ ചെയ്ത് കൊടുക്കുക കേട്ടോ. കഴുത്തത്തെ കറുപ്പ് മാറാനൊക്കെ ഇത് നല്ലപോലെ സഹായിക്കുവേ. ഞാനിപ്പോൾ കഴുത്തിൽ തേക്കുന്നില്ല. ഞാനിപ്പോൾ നല്ലൊരു മസാജ് കൊടുത്തു കേട്ടോ. ഇനി ഞാൻ ഈ പാക്ക് മുഖത്തിട്ട് കൊടുക്കുകയാണ്. ഞാനൊരു 20 മിനിറ്റ് ഇതിങ്ങനെ വെക്കിട്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ ഒരു കയ്യിൽ കൂടി ഇതുപോലെ ചെയ്ത് കൊടുക്കുകയാണ്. നമുക്ക് കയ്യത്തെ റിസൾട്ട് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. കയ്യിലും പാക്ക് ഞാൻ ഇട്ട് കൊടുത്തു. നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. കയ്യിൽ ഞാൻ അധികം മസാജ് ചെയ്തില്ല. നമുക്ക് കഴുകണ സമയത്തൊരു മസാജ് കൊടുക്കാം. ഒരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ മുഖത്ത് നല്ലപോലെ ഉണങ്ങിയിട്ടുണ്ട്. ഞാനൊന്ന് കഴുകിയിട്ട് റിസൾട്ട് കാണിച്ചു തരാം. ഇപ്പോൾ ഞാൻ മുഖം കഴുകിയിട്ട് വന്നു കേട്ടോ. മുഖം ഒന്ന് നല്ലപോലെ ക്ലിയർ ആയിട്ട് ഒരു 1-2 ഷെയ്ഡൊക്കെ ഒന്നൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. കയ്യിലാണെച്ചാലും അതേ റിസൾട്ടാണ് കിട്ടി. 1-2 ഷെയ്ഡിൻ്റെ ഒരു വ്യത്യാസം വന്നിട്ടുണ്ട്. നമ്മൾ ആദ്യം യൂസിലാണ് നമുക്ക് ഈ റിസൾട്ട് കിട്ടുന്നത്. നമ്മളിത് സ്ഥിരമായി ഉപയോഗിക്കുമ്പോൾ സ്കിൻ നല്ലപോലെ വെളുക്കും. അത് ഞാൻ ഉറപ്പ് തരിക. പിന്നെ ഡെയിലി ഉപയോഗിക്കാൻ നാരങ്ങനീരുള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരു മടി ഉണ്ടാവും. ആഴ്ചയിൽ 2 വട്ടമെങ്കിലും നിങ്ങൾ ഉപയോഗിച്ച് നോക്ക്. സ്കിന്നിലുള്ള അഴുക്കൊക്കെ പോകാനും സ്കിന്നൊന്ന് തിളങ്ങാനും സ്കിൻ മോയ്സ്ചറായിരിക്കും. കാച്ചാത്ത പാലായതുകൊണ്ട് തന്നെ. എന്നാലോ നല്ല ഓയിലി അല്ലേനും കണ്ടു, ഓയിലിയൊന്നും അല്ല. എന്നാൽ കാരണം നമ്മളതിൽ നാരങ്ങ ചേർക്കുക കാരണം എന്നാൽ നമ്മുടെ സ്കിൻ നല്ല സോഫ്റ്റ് ആവും, നല്ല മോയ്സ്ചറായിരിക്കുകയും ചെയ്യും. അങ്ങനെയാണ് എനിക്കിതിൻ്റെ റിസൾട്ട് കിട്ടിയത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എങ്ങനെ റിസൾട്ട് കിട്ടിയെന്ന് കമൻറ്റ് വഴി അറിയിക്കുക. അതുപോലെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരും ഒന്ന് ലൈക്കൊക്കെ ചെയ്യുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.